സ്കൂളുകളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കി ഉത്തരാഖണ്ഡ് സർക്കാർ. പ്രഭാത പ്രാർത്ഥനകളിൽ ബൗദ്ധിക ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നത്. ഗീതയും രാമായണവും NCERT പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. 17,000-ഓളം സർക്കാർ സ്കൂളുകളിലാണ് ഭഗവത്ഗീത നിർബന്ധമാക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഉത്തരാഖണ്ഡ് സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നത്. പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ഭഗവത്ഗീത ഉൾപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. ആ ദേവഭൂമിയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളിലും ഏതാണ്ട് 17,000-ഓളം സർക്കാർ വിദ്യാലയങ്ങളിലുണ്ട്. അവിടെയാണ് ഭഗവത്ഗീത നിർബന്ധമായും പഠിപ്പിക്കണമെന്നുള്ളൊരു ഉത്തരവിറങ്ങിയിരിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ മുഴുവൻ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനകളിൽ ബൗദ്ധികമായ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിക്കുന്നു. മാത്രമല്ല, എല്ലാ ദിവസവും നോട്ടീസ് ബോർഡിൽ ഭഗവത്ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകം തിരഞ്ഞെടുത്ത് അത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നും എല്ലാ ദിവസവും ക്ലാസ് മുറികളിൽ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ ഇത് സർക്കാർ സ്കൂളുകളിലായിരിക്കും ബാധകം. പിന്നീട് ഇത് സ്വകാര്യ സ്കൂളുകളിലേക്കൂടെ നിർബന്ധപൂർവ്വമാക്കുകയായിരിക്കും സർക്കാർ ചെയ്യുക. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ കടന്നിരിക്കുന്നത്. നേരത്തെ രാമായണവും ഭഗവത്ഗീതയും അതേപോലെ തന്നെ മഹാഭാരതവും ഒക്കെ തന്നെ NCERT പാഠപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് 17,000-ഓളം സർക്കാർ സ്കൂളുകളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവിറക്കിയത്. വിനോദ്, അതെ, വ്യക്തമാണ്. ദേശവിരുദ്ധ വരികളടങ്ങിയ വേടൻ്റെ പാട്ടുകൾ കേരളത്തിലെ സർവകലാശാലയിൽ പഠിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിൽ ഭഗവത്ഗീതയുടെ തത്വങ്ങൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.